ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഹബീബളെ, എൻ്റെ മുത്തുമണികളെ, എന്താണ് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖമല്ലേ? പിന്നെ ഞാൻ ഗായ്സ് എണീറ്റ് ചായ കുടിച്ച്, ചായയും പപ്സും ആട്ടോ കുടിച്ചത്. പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ ഞാൻ കരുതി എൻ്റെ സബ്സ്ക്രൈബേഴ്സാർക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. പക്ഷേ ഈ വീഡിയോ ഇന്ന് രാത്രി ഞാൻ എഡിറ്റ് ചെയ്യില്ല. നാളത്തെ വ്ളോഗിൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾക്ക് തരാം. ഫസ്റ്റ് നിങ്ങൾ പിന്നെ എൻ്റെ ശനിയാഴ്ചത്തെ വീഡിയോ ആയിരിക്കും കാണുക. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞായറാഴ്ചത്തെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, എനിക്ക് ശനിയാഴ്ചയാണ് ലീവ്. അപ്പോൾ ഇപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഒരുമിച്ച് ഈ വീഡിയോ ആയിരിക്കും വരിക കേട്ടോ. സോ ഗൈസ്, ഞാൻ ചായ കുടിച്ച് ഫുഡ് മേടിച്ച് സമയം 12 മണിയായി. അപ്പോൾ ഞാൻ ലഞ്ചും ഒരുമിച്ച് മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ റൂമിലേക്ക് തിരിച്ച് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് തരാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി എഡിറ്റ് ചെയ്യാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. കാരണം ഇന്ന് രാത്രി കുറേ ഷോർട്സ് റീൽസൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം എഡിറ്റ് ചെയ്ത് തീർക്കണം. ഇന്ന് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിന്യൂസ് ആയിരിക്കും, ഷൂട്ട് എഡിറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള വ്ളോഗ് ആയതിന് കുറേ സൂക്ഷിച്ചും കുറേ നോക്കിയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഗൈസ്. സോ ഗൈസ്, വേർത്ത് കുളിച്ച് അത്രക്കും നല്ല ചൂടാട്ടോ ഇന്ന്. ശനിയാഴ്ചത്തെ സീൻ ചൂടാണ് ഗൈസ്. ഞാനിങ്ങനെ വേർത്തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ലഞ്ച് കേട്ടോ. മുട്ട റൈസ് സെറ്റ്. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഹലോ ബ്രദർ. ഒരു മൈൻഡില്ലേ, ബിസി. റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സെക്യൂരിറ്റിക്ക് സലാം കൊടുത്തില്ലെങ്കിൽ രസമല്ല, ഒരു എന്തോ പോലെ. വാട്ട് ഈസ് ദിസ്? ഇത് നല്ല റൂമിലേക്ക് പാലസെന്നോ എവിടെന്നോ കൊണ്ടുവന്ന ഈത്തപ്പയല്ലേ, മറ്റേ അറബി വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇത് ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ടിഫിൻ ബോക്സ് ഈ കവറിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് അതിലേക്കാക്കി കൊണ്ടുപോയി. വേറൊരുത്തനും അതുപോലെ ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് എടുത്ത് കൊണ്ടുപോയി. ഇന്ന് രാവിലെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രിഡ്ജിൽ കുറച്ച് ഉണ്ടാവുമായിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് തിന്നാന്ന് കരുതിയിരുന്നു. ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതാർക്ക് വെച്ചതാണാവോ? ഇതാർക്ക് വെച്ചതാണ്? ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയി. തോന്നുന്നു റൂമിലുള്ള എല്ലാവരും എടുത്ത് സെറ്റായി. പക്ഷേ നല്ലതാണ്, ഇതെല്ലാവരും കഴിക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഇതാരോടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരും കഴിച്ചില്ല. ഇപ്രാവശ്യം എന്ത് പറ്റിയാ? ഇനി കഴിഞ്ഞ പ്രാവശ്യത്ത് അങ്ങനെ കണ്ട് വാടിപ്പോയതുകൊണ്ടാണോ അറിയില്ല. അത് പൊളിച്ച്. അടുത്ത നമ്മുടെ പരിപാടി. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അപ്പോൾ ഗൈസ്, എൻ്റെ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ കുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. എല്ലാം ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന്, എനിക്ക് ഒരറിവുമില്ല എന്തെല്ലാം സാധനങ്ങളാണ് എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടുവന്ന് മേടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ആപ്പിൾ ഇവിടെ ഉള്ളത് എൻ്റെ അടുത്തുള്ളത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കഴിച്ചേനെ. കേട് വന്നോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു മഞ്ഞക്കല വന്നിട്ടുണ്ട്. എന്തെങ്കിലും പുറത്ത് വെക്കാം. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതാരെങ്കിലും തിന്നും, നല്ലതല്ലെങ്കിൽ അത് ഒഴിവാക്കും. ഇത് വേസ്റ്റിലിടാം നമുക്ക് കവറ്. പിന്നെ അടുത്ത കവറ് ഇതെന്താ? ഇത് അവക്കാഡോ. ഇത് നമുക്കിപ്പോൾ കഴിക്കാം. ഇതെന്താ? ബീട്രൂട്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞില്ലേ ബീട്രൂട്ട് ഉമ്മച്ചി പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടെന്ന്. ഇതാണത്. അജ്ജടാ, എൻ്റെ ബ്ലൂബെറി. മാഷാ അല്ലാഹ്, ഇതിന് കേടൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ നമുക്കിപ്പോൾ കഴിക്കട്ടോ. ഇത് സാധാരണ ഞാൻ ബോക്സിലാക്കി കൊണ്ടുപോകലാണ്. എൻ്റെ കുക്കിംഗ് നിർത്തി എൻ്റെ ഒരു മൂഡ് പോയിട്ടേ ഞാനിതെല്ലാം ഇതാക്കി. എനിക്കാണെങ്കിൽ വ്ളോഗും കണ്ടൻറ്റും എല്ലാം കൂടെ ചെയ്തിട്ട് ചില ദിവസം ഉണ്ടല്ലോ ഭ്രാന്തം പിടിക്കും. കിവി ഇതൊക്കെ നമുക്കിപ്പോൾ കഴിക്കാനുള്ളൂ കേട്ടോ. വേസ്റ്റ് കവറ് നമ്മളെന്താ വെച്ചാൽ ബീട്രൂട്ട്. ഇനി
ഇനി അടുത്തത് മെയിൻ കവർ. ഇത് മെയിൻ കവർ ആവാൻ കാരണം ഇതിൽ എൻ്റെ കുറേ നല്ല നല്ല സാധനങ്ങൾ. പുതിനയില പിന്നെ ഒരു 3 ദിവസമൊക്കെ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. കേട് വരും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, കേട് വരും. ഇതൊക്കെ മേടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അടുത്ത 2 ദിവസത്തിനുള്ള സാധനങ്ങളാണിത് ആണ് എൻ്റെ മൈൻഡിൽ. ഇപ്പോട്ടെ ചപ്പ് കേടുന്നിട്ടില്ല, അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നില്ല. തക്കാളി പോയി, ഒരു തക്കാളി ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു എന്നൊരു ഡൗട്ട്. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി കേടുന്നില്ല. പിന്നെ ഇതെല്ലാം ചീരുള്ളി 2 ഇല്ലുണ്ട്, അവിടെ നിൽക്കട്ടെ, ഒക്കെ ആവശ്യമുണ്ട്. 2 ഇല്ലെങ്കിൽ 2 ഇല്ല, ചില നേരത്തെ 1 ഇല്ലിക്ക് വേണ്ടിയിട്ട് തപ്പിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ വെളുത്തുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്താ ഇഞ്ചി ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവുണ്ടാവും. ഇത് നമുക്ക് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം, ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാം, ബ്ലൂബെറിയുടെ. ഇതാണ് എൻ്റെ മെയിൻ കവർ. ബാക്കിയുള്ള കവറെല്ലാം ഇനി ഒഴിവാക്കാനുള്ളതാണ്. സോ ഇത് ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ പാക്ക് വെക്കണം. സോ ഗൈസ്, നമുക്ക് ഇനി ഈ പ്ലേറ്റിലേക്ക് ഈ നമ്മുടെ വൈറ്റമിൻസ് എല്ലാം നമുക്ക് ഇനി ഈ പ്ലേറ്റിലേക്ക് ആക്കാം. വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേട്ടോ, മെയിൻ ചെയ്യണ്ട. ഇതിലേക്ക് വെക്കാം നമുക്കെല്ലാം. ഓക്കെ, കിച്ചണൊക്കെ വൃത്തികേടാണ്. ആദ്യം മെയിൻ ചെയ്യണ്ടാക്കി ഞങ്ങളുടെ കിച്ചണിനെ കുറിച്ച്. കാരണം ഞങ്ങളുടെ കിച്ചൺ ഇങ്ങനെയാണ്. സോ ഗൈസ്, ഞങ്ങളുടെ കിച്ചൺ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം കിവി എടുത്തിട്ടുണ്ട്, കിവി നമുക്ക് കഴുകാം. സോ നമ്മുടെ കട്ടിങ് പാത്രം കഴുകി, കത്തി കഴുകി, പിന്നെ തൊലി അരിയുന്ന കത്തിയും കഴുകി. ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ നാളെ അമ്മ ചോദിക്കും, ആ തൊലി അരിയണ സാധനം വരുമ്പോൾ കൊണ്ടുവരണ്ടിട്ടാറ്. എന്താല്ലേ, ഇതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിൽ നിന്നും അങ്ങനെ പറയായിരിക്കും അല്ലേ ഗൈസ്? എല്ലാവരുടെ വീട്ടിൽ നിന്നും അങ്ങനെ പറയാറുണ്ടോ? ഈ കിവിമ്മൽ മറ്റേ ഷെഡിമ്മൽ ഉണ്ടാവില്ലേ ഈ സ്റ്റിക്കർ, അതുപോലത്തെ ഒരു സ്റ്റിക്കർ കിവിമ്മലുണ്ട്. നമ്മൾ പുതിയ ഷെഡിക്ക് മേടിക്കുമ്പോൾ ഞാൻ ഒരു ഇത് പറയാം, എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാവില്ലേ എന്നുള്ള രീതി പറഞ്ഞാണ്, അല്ലാതെ അതും ഇതും തമ്മിൽ വിലയിരുത്തിയതല്ല. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്സ് ഗൈസ്. സോ ഞാനിങ്ങനെ തൊലി അരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തൊലി അരിയുന്ന സാധനം ഗൈസ്. ഇതിങ്ങനെ ഇങ്ങനെ തൊലി നിങ്ങൾക്ക് ഇങ്ങനെ അരിയാം, പിന്നെ ഇങ്ങനെ അരിയാൻ നേക്കുള്ള ഒരു നേക്കിനനുസരിച്ചാണ്. എനിക്ക് ആ നേക്ക് അരിഞ്ഞ് നേക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ നേക്കിലേക്ക് ലാസ്റ്റത്തെ എന്തോ ഒരു സാധനം ചെയ്യുമ്പോഴാണ് എനിക്ക് ആ നേക്ക് വരിക. ആദ്യം തന്നെ എനിക്ക് ആ നേക്കിലേക്ക് ഞാൻ വരില്ല ഗൈസ്. ഞാൻ വിചാരിച്ചെന്താണെന്നറിയാം, എൻ്റെ ഈ കിവി കേടുന്നുണ്ടാവുന്നു കേട്ടോ. പക്ഷേ കിവി കേടുന്നിട്ടില്ല ഗൈസ്. കിവി എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ വൈറ്റമിൻ കെ കേട്ടോ. ഇത് ഒരു വെറൈറ്റി സംഭവമുണ്ട്, ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ ഒരു ദിവസം എനിക്ക് പള്ളവേദനയായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം, പിന്നെ വെജിറ്റബിൾസ് നല്ലോണം കഴിക്കണം, പിന്നെ വൈറ്റമിൻ കെ കുറച്ചൊന്ന് കൂട്ടാനുണ്ട്. അപ്പോൾ എന്തായി, എന്നോട് വൈറ്റമിൻ കെൻ്റെ ഫുഡുകൾ ഞാൻ നോക്കുമ്പോൾ കിവി, അവക്കാഡോ, ഇതെല്ലാം പച്ച മർമാതി സാധനങ്ങളാണ്. അടാ ഇതാ പറഞ്ഞു ലാസ്റ്റത്തെ സാധനങ്ങളുണ്ടല്ലോ, ഈ തൊലി നമ്മുടെ ഒരു ദിവസം ഞാൻ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്നോട് അന്ത്രമാൻ പറഞ്ഞാണ്, ആരോ പറഞ്ഞില്ല, അന്ത്രമാൻ സഫാനിട്ട് കിവി കട്ട് ചെയ്യുമ്പോൾ കിവിൻ്റെ തൊലി ഒരിക്കലും ഇതിൽ പെടാൻ പാടില്ലാത്ത, കിവിയുടെ തൊലി ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല ഉള്ളതാണോ ഗൈസ്? അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ അവക്കാഡോ കളറേ മാറിയിട്ടുണ്ട്, കേടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. സോ നമുക്കത് അരിഞ്ഞ് നോക്കാം. അവക്കാഡോ എന്തായി, കേട് വന്നു ഗൈസ്, കേട് വന്നോ? റെഡ് കളറായിട്ടുണ്ട്, കേടുന്നുണ്ടാവോ ഗൈസ്? ഒരു ഡൗട്ട്.
കേടുന്നില്ല, ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കിടില സാധനം കാണിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഒരു ദിവസം ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു വെറൈറ്റി സംഭവമുണ്ട്, ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ ചെയ്ത് നോക്കണ്ടി. അവക്കാടും കിവിയും കൂടി ഒരുമിച്ച് കഴിക്കുക. അത് ഞാൻ ഒരു ദിവസം കഴിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. ഭയങ്കര വൈറ്റമിൻ കെ പറന്ന് കയറുന്ന സാധനം ഗൈസ്. നമുക്ക് നമ്മുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം. അതാണ് അതിൻ്റെ മെയിൻ. സോ നമുക്കിപ്പോൾ കിവിയും കഴിക്കാം, പിന്നെ നമ്മുടെ ബ്ലൂബെറി ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ബ്ലൂബെറി നമുക്കിത് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഇൻ ബിറ്റ്വീൻ ബ്രേക്ക്ഫാസ്റ്റ് ടു ലഞ്ച് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളിൽ ഒരു സാധനമാണ് ഇത് കേട്ടോ. മസ്റ്റ് കഴിക്കണം. കിവി എനിക്ക് ഒറ്റ കഴിക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. ഒന്നാമത് അവക്കാഡോ ഒറ്റയ്ക്ക് ചിലപ്പോൾ കഴിക്കാനില്ല. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അവക്കാഡോയും കിവിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ശനിയാഴ്ച ലീവ് പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞ്, ഊണും ഉറക്കവും കഴിഞ്ഞ്, ചായ കുടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ആയിരിക്കണം. രാത്രി നമ്മളെ റൂമിലെ മാറൂഫ് നാട്ടിൽ പോകണോണ്ട് റൂമിലെ മെസ്സിൽ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ പരിപാടികളാണ് അല്ലേ. സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പെഷ്യലൊന്നുമില്ല, ഇവരല്ലെങ്കിലേ വലിയ സ്പെഷ്യലാണ്. അപ്പോൾ എന്താ സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുക്ക് അദ്രമാൻ്റെ വിളയാട്ടം, തലയുടെ വിളയാട്ടം, കിങ് ഫിഷ് ബിരിയാണി. പിന്നെ അപ്പുറത്ത് അഫ്സലിൻ്റെ വേറൊരു വിളയാട്ടം. ഈ മാറൂഫാണ് നാട്ടിൽ പോകുന്നത്. ഈ മാറൂഫ് നാട്ടിൽ പോകുന്നതുകൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു ചടങ്ങ്. അപ്പോൾ തലയുടെ വിളയാട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഒരു ഭാഗം കരിഞ്ഞു ഇന്ന്. അങ്ങനെ ഉണ്ടാവും. അത് ഇവരെ മെസ് മാനേജർ ആയതുകൊണ്ട് കേട്ടോ. അത് എത്ര റഫ്, അത് അഹങ്കാരം. അപ്പോൾ അതൊക്കെ പരിയിൽ നിന്ന് അത്ര മണി പറ്റി. നിങ്ങൾക്ക് ഒരു പുതിയ പഠനെ പരിചയപ്പെടാം. ഇതാണ് ജിംഷാദ്. ജിമ്മിന് പോയി പേരേ മാറിപ്പോയി, അവരുടെ പേരാണ് ജിംഷാദ്. ജിംഷാദിന്റെ ട്രൈസെപ്സ് എടുത്താ, അത് ബൈസെപ്സ്, ട്രൈസെപ്സ്. ഓ, ഉരുക്ക് പോലെ ഇരിക്കുന്നു. ഇത് വരുന്നില്ല, ഇത് പോക്കില്ലേ, ജിമ്മിന് നോക്കില്ലേ. അടുത്തതായി ബ്ലാക്കും ഇട്ട് മോഹൻലാൽ സ്റ്റൈലിൽ മിസ്റ്റർ ബൈജി ചേട്ടൻ. ഇതാണ് ഇവിടുത്തെ തലയുടെ വിളയാട്ടം. നാളെ വന്ന് നാട്ടിൽ പോണോണ്ട് ഇന്ന് ഇവിടെ ആട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, താങ്കളുടെ ഇപ്പോഴത്തെ ജിം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അതെ, മാട്രിമോണിയോ എൻ്റെ ഒക്കെ സെറ്റല്ലേ. നമുക്ക് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. താങ്കൾ ജിമ്മിൽ വരാറുണ്ടോ? ഞാൻ ജിമ്മിന് വരാറുണ്ട്. ഇന്നലെ താങ്കൾ എന്നെ ജിമ്മിൽ കണ്ടില്ലേ? മിഞ്ഞാന്നാണ് കണ്ട്. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയായിരുന്നു. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. കാരണം ഇന്നലെ വെള്ളിയാഴ്ച ആരും ഇല്ലല്ലോ. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി. പോലെ അഫ്സല് കാണേണ്ടത് വേറൊരു സംഭവം ഞാൻ അറിഞ്ഞു. അഫ്സലെ, മെസ്സില് കുക്കുമാരൊക്കെ വെട്ടിക്കടത്തി ഇതാണ് ഇപ്പൊ മുന്നിലെന്ന് പറഞ്ഞേ. റേറ്റിംഗ് കുക്കിംഗ് റേറ്റിംഗ് അഫ്സലിന് അതെ, അത് ഈ ഒരു 17 ദിവസത്തിലുള്ള എന്തോ ഒരു മുൻ അഗ്രിമെന്റ് പോലെ എനിക്ക് തോന്നുന്നു.
അബ്ദു ബ്രോ എന്ന് പറയരുത് ഒരിക്കലും. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സ് പറഞ്ഞിട്ടുള്ള ഒരാള് അതോ ഒരാൾ ഇങ്ങോട്ട് പടച്ചോ നേരെ ഇന്നോട് ആര് പറഞ്ഞറിയോ, അന്നെ അറിയുമ്പാടെ എന്നോട് അന്റെ വീഡിയോയിലുള്ള മറ്റേ ചേട്ടനില്ലേ, ആ ചേട്ടന് എന്നോട് പറഞ്ഞേ ആ ചേട്ടന് എത്ര വയസ്സുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ ചേട്ടന് അപ്പൊ എന്നോട് പറഞ്ഞേ സഫ്വാന്. അപ്പൊ സഫ്വാൻ അപ്പം പറഞ്ഞു സഫ്വാന് 2 കുട്ടികളെന്ന് തോന്നിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും 2 കുട്ടികൾ തോന്നിക്കൂലെന്ന്. എന്നെ കുറിച്ച് വിശദീകരിച്ചിട്ടില്ലല്ലോ. അല്ല സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞേ ആ പറഞ്ഞത് നിങ്ങൾ കുട്ടികളോ എന്തോ സംഭവിക്കുന്ന അവിടെ കൈ ആദ്യമായിട്ടുള്ള കുക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ പലതും സംഭവിക്കും അല്ലേ? എവിടെ തേർഡിൽ ഞാൻ മെയിൻ കുക്ക് അങ്ങനൊന്നുമില്ല അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും. ഏതാണ് താങ്കളുടെ ഫേവറേറ്റ്? നെയ്ച്ചോറ് ചിക്കൻ കറി. നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് എൻ്റെ ഫേവറേറ്റ്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരും നല്ല രീതിയിൽ കഴിക്കും. താങ്കളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നെയ്ച്ചോറ് ചിക്കൻ കറി. അതെ, ഞങ്ങൾ 7 പേരുണ്ട്. അത് ചെറിയൊരു ടാസ്ക് അല്ല, അത് ഇവിടെ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. 250 അറൗണ്ട്. അത് 7 പേരല്ലേ? എത്ര 2 നേരം ഫുഡ് ഉണ്ട്, ഉച്ചക്കും രാത്രി അല്ല. 250, അതായത് അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. 2 നേരം. ഞങ്ങൾ മോർണിംഗ് സ്റ്റാഫ് ഈവനിങ്ങിലുള്ളവർക്ക് ഉണ്ടാക്കും, ഈവനിങ്ങിലുള്ളവർ മോർണിംഗ് സ്റ്റാഫിനുള്ളത് ഉണ്ടാക്കും. അങ്ങനെയാണ്. പങ്ക്ച്വാലിറ്റി അല്ല, അത് പങ്ക്ച്വാലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വേറെ അതും പറയാൻ പറ്റില്ല. അത് ഒരു ഡ്യൂട്ടിയാണ്. അതൊരു ഡ്യൂട്ടിയാണ്. അതായത് ഇതൊരു ഡ്യൂട്ടി ആയിട്ട് കാണും. മോർണിംഗ് ഉള്ളവർ ഈവനിങ്, ഈവനിങ് ഉള്ളവർ മോർണിംഗ്. അത് ആരായാലും ഒരാളെങ്കിൽ ഒരാൾ. അതുകൊണ്ടാണ് ഇത് വിജയിക്കണതും. ടോട്ടൽ ഞങ്ങൾ 7 പേരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മെസ്സ്, അതിൽ ബില്ല്, ഏതൊക്കെയാ എന്ത് വാങ്ങിയിട്ടുള്ളത്, എന്തൊക്കെയാ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയാ ഇല്ലാത്തതെല്ലാം ഉണ്ട്. ആദ്യമായിട്ട് വന്ന കംപ്ലൈന്റ് ചിലതിൽ ഉറങ്ങി എണീക്കൂല ഫുഡ് ഉണ്ടാക്കാൻ. അത് പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ മുന്നിട്ട് ഇറങ്ങിയതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അത് നീക്കണില്ല. ടേസ്റ്റ് കൂടുന്നുണ്ട്. അത് 3 നേരം കഴിക്കുന്നത്. അതോ ഇത് 3 നേരം കഴിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനൊന്നുമില്ല. അത് കോൺസെൻട്രേഷൻ. അത് മെയിൻ അതിനെത്ര നേരം കഴിക്കാം അങ്ങനെയാണോ? ഫുഡ് ലവർ. മാറൂഫ് ഖാനെ കുറിച്ച് പറയാം. ഞാൻ പറയാം. മാറൂഫ് ഖാന്റെ പ്രത്യേകത എന്താ വെച്ചാല്, മാറൂഫ് ഖാക്ക് കഴിക്കണക്കാട്ടും കഴിപ്പിക്കണ ഇഷ്ടം. അതായത് ഉസ്താദ് ഹോട്ടലിന്റെ തിലകനാണ് മാറൂഫ് ഖാൻ. ഈ ഫ്ലാറ്റിലത്തെ തിലകനാണ് മാറൂഫ് ഖാൻ ഉസ്താദ് ഹോട്ടലിന്റെ. മാറൂഫ് ഖാൻ അടിപൊളി കുക്കാ. അനുപം ഗുരു. അത് അരിയല്, ചീറ്റല്, ചീകല് ഇതൊക്കെ പറമ്പളി. അതെല്ലാരും കൂടിയാണ്. ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് വീക്കിലി നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ ബാക്കിയുള്ള രാജ്യക്കാരെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവരും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ സാധനം അവർക്ക് കൊടുക്കേണ്ടി വരും. സംസ്ഥാനം നമുക്ക് രാജ്യം, നമ്മളെ രാജ്യം, നമുക്ക് കിട്ടിയ രാജ്യം ഭയങ്കര മോശം രാജ്യമാണ്. നമ്മുടെ മെസ് അല്ലാതെ കിച്ചൺ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. നമ്മുടെ മെസ്സിൽ ഓൾ കേരള, ഓൾ മലബാറീസ്, മലബാർ. പർച്ചേസിംഗ് മാനേജർ മിസ്റ്റർ ഷുഹൈബ് പാർവള്ളി. താങ്കൾക്ക് എന്താണ് മെസ്സിനെ കുറിച്ച് താങ്കളുടെ? അപ്പോൾ ആയതിനാൽ ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ മെസ്സും നല്ല ഭക്ഷണവും ഉണ്ടാക്കാൻ ഞാൻ നന്ദിവാചകം പറയില്ലേ.
അപ്പൊ നാട്ടിൽ പോകുന്ന മാറുഫ്ക്കാക്ക് എന്റെ പേരിലും ഈ മെസ്സിന്റെ പേരിലും മെഡിയോർ ഹോസ്പിറ്റലിന്റെ പേരിലും. ഈ നാട്ടിൽ പോകുമ്പോ ഈ മെസ്സിനെ എങ്ങനെ കൊണ്ടു നടക്കണം ഈ പിള്ളേര്, ഇതിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഞാൻ പ്രോപ്പർ ഹാൻഡ് ഓവർ എടുത്തിട്ടാണ് പോകുന്നത്. ആർക്കാണ് ഹാൻഡ് ഓവർ കൊടുക്കുന്നത്? പഴയ ടീംസ് കുറെ ഉണ്ട്, പക്ഷേ ഞാൻ തൃപ്തനായത് അഫ്സലിനാണ്. അഫ്സലാണ്. ശരിക്കും ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, ആൾക്കാരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്. ഒരു ഒറ്റ കറിമലാണ് മാറിയത് ഞാൻ കണ്ടത്. ഒറ്റ കറിമലാണല്ലോ മാറിയത്. ഇതിന്റെയൊക്കെ മേൽനോട്ടം ഒരു പുറത്തേക്ക് കൂടി ഒരു ഞാൻ അബ്ദുനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയാ, മന്ത്രിയാണ്. നിങ്ങൾക്ക് എം ഡി ഉണ്ടോ? ആരാണ്? സഫ്വാനാണ്. ഖജാജി ഈ പൈസ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? റിയാദോ? അല്ലാ, അച്ചോട്ടൻ. നിങ്ങളെ ഇതില് അച്ചോട്ടനാണല്ലേ ബ്രേക്ക് എടുത്തിട്ടുള്ളത്, ഫാമിലിയൊക്കെ വന്നിട്ട്. അപ്പൊ ഇപ്പാണ് അച്ചോട്ടൻ പരിപാടികൾ ഇപ്പം ആരാ നോക്കണത്? മീൻസ് ടേസ്റ്റ് നോക്കുന്നത് ഷുഹൈബ് പാറപ്പള്ളിയാണ്. ഷുഹൈബ് പാറപ്പള്ളി കറക്റ്റ് ടേസ്റ്റ് കിട്ടും, അറിയാൻ പറ്റും. നിങ്ങളെ ഇതില് അച്ചോട്ടനാണ് മീൻസ് കറക്റ്റ് ടേസ്റ്റുകളൊക്കെ നോക്കാൻ പറ്റിയ ഒരാള്. നിങ്ങൾ കൺഫേം ചെയ്യില്ല? നീ തന്നെയാണ്. ഇല്ല എന്തേ ഞങ്ങളെ മെയിൻ കുക്ക് ഷെരീഖ് മുസ്തഫ. ശരിക്കാരാ? ഇവരെ മെസ്സിനെ അവർക്ക് ഉണ്ടാക്കിയതാ. ശരിക്കാരാടാ? ഷെരീഖ് മമ്മണോ? നേതാവായിട്ട്, പക്ഷെ ഇവരെ ആശയങ്ങളൊന്നും ശരിയില്ല. ആശയങ്ങളോടൊന്നും യോജിക്കാൻ പറ്റില്ല. മാറൂഫ്ക ഉള്ള മെസ്സില് ഈ പറഞ്ഞ അംഗങ്ങൾ ആരുമില്ല. മാറൂഫ്ക ഉള്ള വിഷ്ണു, സാബിത്തക്ക, ഞാന്, നിരഞ്ജേട്ടന്, മാറൂഫ്ക, ഈ 5 പേരേ ഉള്ളൂ. ബാസില് അന്ന് മാറൂഫ്ക്ക് ഞാനും വിഷ്ണു അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഓക്കെ, പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ എന്ത് സംഭവിച്ചു? നിലവിലുള്ള അംഗങ്ങളൊക്കെ പുതിയ കാർഡിലാണ്, പുതിയ റേഷൻ കാർഡിലുള്ളത്. ആ കാർഡ് കുഴപ്പമില്ലാത്തൊരു APL കാർഡായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ, മെസ്സിന്ന് വിളിക്കുന്നുണ്ട് ചീത്തയൊക്കെ. ഹലോ, ഇന്ന് കുക്ക് ചെയ്തത് നാളെ ഞാൻ വെച്ചെടുക്കും, ഇവരൊക്കെ തിന്നു. പിറ്റേ ദിവസം കുക്ക് ചെയ്യാൻ ഈ പാത്രം ഞാൻ തന്നെ വന്ന് കേൾക്കണം. പിറ്റേ ദിവസം നല്ല പരിപാടി. അപ്പൊ ആ മെസ്സി ഇവിടെ ഞാൻ ഇവിടുത്തെ കാര്യം ചോദിക്കട്ടെ, ഇവിടെ കുക്ക് ചെയ്യുന്ന ഒരാള് കഴിക്കുന്ന ഒരാൾ അങ്ങനെയാണോ? പേടിപ്പിക്കും. അതാണ് മാനേജീരിയൽ. എന്തൊക്കെ കേറണം ഗൈസ്. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ മെസ്സിലെ പരിപാടികൾ ഗൈസ്? നിങ്ങൾക്ക് ഉണ്ടോ അതുപോലെ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അല്ലേ? ഇന്ന് ജിമ്മിനുണ്ടോ നേരെ കളി? ബൈസൺ ട്രൈസ്. ഏതൊക്കെ കളി കളിക്കും? ബൈസൺ ട്രൈസ് പിടിച്ചാ വേണ്ട, നാവട്ടോ വേണ്ട. അല്ല, വെടിവെച്ചിടും. അല്ല, നീ ഏതൊക്കെ കളിക്കും? എന്നാലും ഒരു മൈൻഡിൽ കളിക്കണം എന്നുള്ളത്. അത് അവിടെ പോയിട്ട് കാണണോ അതോ മൈൻഡിൽ ഓൾറെഡി ഉണ്ടോ? മെന്റലി ഓൾറെഡി പ്രിപ്പയർഡ് അല്ല. അപ്പോൾ പ്രിപ്പയർ ചെയ്യരുത്, അവിടെ പോയിട്ട് കാണണം. ഇപ്പം എങ്ങനെ വർക്കൗട്ടിങ് പ്രോസസ്സ്? മറ്റേ ബോഡി ട്രെയിനിങ് മാത്രമാണോ അതോ ഫുൾ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടോ? ഫുൾ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ട്. ഡയറ്റൊക്കെ കൺട്രോൾഡ് ആണോ? സൂപ്പർവൈസർ പ്രശ്നമാണോ? എന്താ സൂപ്പർവൈസർ ഇങ്ങനെയൊക്കെ ആയാല്? ഇവരെ ബ്രേക്കിന്റെ അവസ്ഥ എന്താ? ചെങ്കോലം കണ്ടിട്ടില്ല കേട്ടോ. അതങ്ങനല്ല, 7 മണിക്ക് ഒരു ചായ കയറുന്നതാണ് അഫ്സലിനറിയാം. 8 മണി 9 സ്പോർട്സ് ഫോർ 2 സ്റ്റാഫ് വരും. ആ സ്റ്റാഫിൽ ഒരാൾ വലിച്ചിട്ടാണ് നമ്മൾ ബ്രേക്കിന് നോക്കി. ആ സ്റ്റാഫ് ഈ ആഴ്ച സമ്മതമായി. പോകാൻ പറ്റില്ലെന്നുള്ളൂ. അപ്പൊ സമ്മതം ഇരുന്ന് ഈ ആഴ്ച 9 to 5 ആള് ഈ സമ്മതം 1 മണിക്കൂറാണ് പോകും. പിന്നെ ഇവിടെ സമയം സൂപ്പർവൈസർ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസർ എങ്ങനെ ആള്? പൊളിയാണ്. സൂപ്പർവൈസർ ചാടിക്കാൻ പോലില്ല. ചായയും ചോറൊക്കെ തിന്നാണോ?
ഷാറൂഖ് ഖാൻ ഉണ്ട്. കാരണം ആ സ്ഥാനത്ത് നിന്നുള്ള ബുദ്ധിമുട്ട് അറിയാം. അതാണത്. അങ്ങോട്ട് പോവാ പുതിയ ചായ അടിച്ചിട്ടാ ഇവിടെ ഇരിക്കാൻ വിടുക. വയ്യ അന്ത്രമനെ അന്ത്രമനെ പുള്ളി അന്ത്രമൻ എങ്ങനെയാ ചായ കുടി പോക്കൊക്കെ? മെഡിയോർ ഒരു കോളേജ് തന്നെ അല്ലേ? ചിഞ്ചു മഞ്ജു മഞ്ജു അന്ത്രമനെ മെഡിയോർ ഒരു കോളേജ് തന്നെ അല്ലേ? വളരെ ഭയങ്കര വിഷമമുണ്ട് സീരിയസ്. ഞാൻ എന്ത് ചെയ്യാൻ പറിക്കാൻ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊരു പറഞ്ഞ കാര്യം. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു സംസാരിക്കാം. പിന്നൊരു ഇന്റർവ്യൂ തരുന്നതാണ്. ആടോ 8 മണിക്കൂർ 12 മണിക്കൂറാക്കി മാറ്റി മാണ്ടി ചെയ്യുന്നു. പക്ഷെ സാരല്ല, ഞാൻ അതിലൊരു ഹയർ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ, അതിനെ ചിന്തിക്കണുള്ളൂ. അവിടെ വേറെ ഒരു സംഭവമുണ്ട്. നമ്മളെ വീഡിയോ ഒക്കെ അവിടെ ഉള്ളവരും കാണുന്നുണ്ട് കേട്ടോ. അതിന് പ്രത്യേകത ഉണ്ട്, അവിടെയുള്ള എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും. അല്ല, BMC-കാർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. BMC എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ആരും ഒന്നും മെയിൻ ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് BMC മാത്രം കമൻറ്റ് ചെയ്യാം. നമുക്കൊന്ന് അറിയണം ആരൊക്കെ BMC കാണുന്നുണ്ടെന്ന്. ഇജ്ജ് പോവാ പോക്ക് പോലെ കേട്ടോ. എന്താണ് നിങ്ങളെ ബസ്സിലെ സ്പെഷ്യല്? വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കഥ. അന്തരമാണ് സലാഡ് മാസ്റ്റർ അല്ലേ ഇവിടുത്തെ? ബിരിയാണിയിലേക്ക് സലാഡ് നിർബന്ധമാണ്. ഇന്ന് കുളിക്കാൻ പോകില്ലല്ലോ? കുളിക്കാനല്ലേ, കളിക്കാൻ. സോറി, കളിക്കാൻ. ഞാനുമില്ല, കളിയില്ല കുളിയില്ല. പടക്കളം ഉണ്ടല്ലോ. ചേർന്ന് അപ്പോൾ ഗൈസ് അബ്ദുറഹ്മാൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അബ്ദുറഹ്മാൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഫിഷ്. ഈ ബിരിയാണിൻ്റെ പേരെന്താ? കിങ്ഫിഷ് കണ്ണൂർ ബിരിയാണിയാണ് ഗൈസ്. സലാഡൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. തീ പാറും. ഞാൻ പോരാ. അപ്പോൾ ഗൈസ് ഇന്ന് നല്ല ഈ സലാഡിൻ്റെ പേരെന്താ? പേരൊന്നുമില്ല. ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ സലാഡ് അല്ലേ? നാടൻ സലാഡും പിന്നെ നല്ലതാ കിങ് ഫിഷ്. ഫിഷൊക്കെ ഇങ്ങനെ 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 സെറ്റായി നിൽക്കണം, മൊരിയും എരിയുമായിട്ട്. കണ്ടാ, നല്ല ബിരിയാണിയാണ് ഗൈസ്. ഇന്ന് നമ്മളെ മഹ്റൂഫ് അവറുകൾ നാട്ടിൽ പോകുന്നത് കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റമാണ് ഗൈസ്. പാറപ്പള്ളി റെഡിയല്ലേ? പാറപ്പള്ളിയൊക്കെ റെഡിയാണ്. ആയിക്കോട്ടെ. സോ ഗൈസ്, ഞാനിതാ ഡ്യൂട്ടിക്ക് പോവാണ്. ഫുഡൊക്കെ മേടിച്ചിക്കണു, എല്ലായിടത്തും കണ്ട് ഞാൻ പോകട്ടെ. ഇന്ന് രാവിലെ മുതലേ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. ഇതെന്ത് ചൂടൊന്നും പൊടുത്തില്ല. അങ്ങനെ ഞാൻ ഉച്ചയായി, ഫുഡ് കഴിക്കാനുള്ള സമയമായി ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വർക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ റിട്ടേൺ പോവാണ്. റൂമിലേക്ക് പോകട്ടോ. ബാക്കി റൂമിലത്തെ പരിപാടികളായിട്ട് നമുക്ക് കാണാം. എൻ്റെ ഹബീബിയാളെ ഒരു രക്ഷയില്ലാത്ത ചൂട് എന്നെല്ലാം പറഞ്ഞിട്ടല്ലോ, വെറുക്കുന്നു. ഗായ്സ്, ഒരു പ്രത്യേക ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗായ്സ്. മഴ പെയ്യുമോ മഴ പെയ്യൂലേ, ആ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. വിമാനമൊക്കെ പോകുന്നത് കാണുന്ന പോലെ ഇല്ല. കണ്ടാ, ചെറിയൊരു മിന്നായം പോലെ പൊടി മുകളിലേക്ക് കയറിയിട്ടായിരിക്കും ഇങ്ങനെ പൊടിക്കാറ്റ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിരിക്കുകയാണ്. ജസ്റ്റ് കയറാണ്. എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ വ്ളോഗ് തരിക, കിടന്നുറങ്ങും.